അമ്പേച്ചി ഇനി ആരെ വിശ്വസിച്ചിട്ട് ഇനി നമ്മൾ ജീവിക്കണ്ട്? അതൊന്നും ചേച്ചി ഞാൻ ഒരു ചോദ്യം ചോദിച്ചേ. നീ കേട്ടിട്ടില്ലേ ആ വണ്ടിപ്പെരിയാറ് പോലീസിന്റെ ഒരു സംഭവം? ഒളിക്യാമറ വെച്ചത് വേലി തന്നെ അറിഞ്ഞോ? വേലി തന്നെ വിളവ് തിന്നുന്ന പരിപാടിയാണ്. എങ്ങനെ അല്ലേ? പേടിച്ചിട്ട് നമുക്കൊരു ധൈര്യം തരുന്നത് അവരാണ്. ഇപ്പൊ അവര് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോ നമ്മൾ എന്താ ചെയ്യാനി? ഇത് മാത്രം എവിടെയല്ല എല്ലാം പോയിട്ട് പീഡിപ്പിക്കല്, ബാത്റൂമിൽ നോക്കല്, അതൊരു നമുക്ക് ആകെ വിശ്വാസം അവരെയാ. എന്തെങ്കിലും ഒരു ഇത് പറ്റിക്കഴിഞ്ഞാൽ അന്നേരം ഓടിച്ചെല്ലണ്ട. പിന്നെ ഒന്ന് കേട്ടിട്ടില്ലേ ആ മലാപ്പറമ്പില് രണ്ട് പോലീസുകാര് എന്തോ ഇത് അങ്ങനൊക്കെ ഇങ്ങനെ കേൾക്കുന്നു. അതിശയപ്പെട്ടു ഒരു വല്ലാതൊരു. അതുമല്ല നമ്മൾ ഈ ഓരോ സിനിമയ്ക്കകത്തൊക്കെ കാണുന്നില്ലേ, അതേപോലെ ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഇവര് സിനിമയാക്കുന്നത്. സിനിമക്കാര് ഇതൊക്കെ കണ്ടിട്ട് അവര് ഇതൊക്കെ കണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നത് കഥയാക്കുന്നത്. പോലീസുകാര് അല്ല, നമ്മള് ബഹുമാനിക്കുന്ന ആൾക്കാരൊന്ന് പോലീസുകാര്, പിന്നെ പള്ളിയിലെ അച്ഛന്മാര്, ഇവരെയൊക്കെ നമ്മള് അധ്യാപകര് അല്ലെ, ഇവരൊക്കെ നമ്മള് ബഹുമാനിക്കുന്ന ആൾക്കാര്. ഇവരൊക്കെയാണ് പള്ളിയിലച്ഛന് പഠിപ്പിക്കുന്ന അധ്യാപകൻ കുട്ടികളെ പീഡിപ്പിച്ചിട്ട് ഇവിടെയൊക്കെ ഇല്ലേ പറയുന്നത്. നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഇല്ലേ ഇഷ്ടംപോലെ അനുഭവങ്ങള്. പക്ഷെ പോലീസുകാരത് ഇതുവരെ കേട്ടിട്ടുണ്ടായിട്ടില്ല. പക്ഷെ അതുമായി ഇപ്പൊ പോലീസുകാരുടെ ഒക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അല്ല ഇനി ചെയ്യുന്നത് ശരിയെന്നല്ല പറയുന്നത്, പക്ഷെ കൂടെ ജോലി ചെയ്യുന്നതുങ്ങളെ അല്ലേ അല്ലേ ആ സഹോദരങ്ങളെ പോലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവര് തുണി മാറുന്നെടുത്ത് കൊണ്ടുപോയിട്ട് ക്യാമറ വെക്കാന്നൊക്കെ പറഞ്ഞ അതൊക്കെ എങ്ങനെ പൊറുക്കാൻ പറ്റും? അല്ലേ അന്നേരം തന്നെ സസ്പെൻഡ് ചെയ്യേണ്ടതാണ്. ഒരാപത്ത് എന്തെങ്കിലും ഒരു വിഷമം വന്ന അന്നേരം ഓടിപ്പോയി പറയേണ്ടതാണ്. അല്ല കൂടെ ജോലി ചെയ്യുന്നവരെന്നെ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ മറ്റുള്ളവർ എന്തെങ്കിലും ഒരു പരാതി പറയാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതന്നെ നാട്ടിലെ പോലീസുകാരെല്ലാം കാര്യം കട്ടപ്പോകാം. വനിതാ പോലീസിന്റെയാ ഈ കാണിച്ചു വെച്ചത്. വനിതാ പോലീസിനെ അതെ, അതൊന്നും ഒരിക്കലും ചെയ്തുകൂടാ. അന്നേരം അല്ലേ പിന്നെ അല്ല ഒരാള് ചെയ്താൽ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. പിന്നെ അപ്പൊ അവർക്കും കൂടി അതൊരു നാണക്കേടായില്ലേ അത്. അപ്പൊ ഇങ്ങനെ ഇല്ലവരെല്ലാം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അന്നേരം തന്നെ സസ്പെൻഡ് ചെയ്യും. അന്നേരം തന്നെ ഒഴിവാക്കിക്കോളൂ, അത്ര തന്നെ. പിന്നെ അതിനായിട്ട് ഇല്ല അതെ അത് തന്നെ അതൊക്കെ ചെയ്യേണ്ടത്. ഇനി അങ്ങനെ ഇല്ലേ ഒരു നടപടി എടുക്കണം. സ്ത്രീകൾക്ക് ഇല്ലേ ഒരു സുരക്ഷ. സ്ത്രീകൾക്ക് അതുണ്ട്, ഇതുണ്ട്, എന്തെല്ലാവാ അല്ലേ. ഇപ്പൊ എല്ലാവർക്കും പോവാനും വരാനെല്ലാം പേടിയായി. സന്ധ്യ കഴിഞ്ഞ എത്ര ധൈര്യമുണ്ട്, എങ്ങനെ എത്ര വലിയ പതിവുള്ളവരാന്ന് പറഞ്ഞാലും സന്ധ്യ കഴിഞ്ഞ ഒരു പെണ്ണിന് തന്നെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? വിടുവോ? നിനക്ക് എത്രയെല്ലാം നിയമങ്ങൾ വന്നു അല്ലേ. ധൈര്യം ഒരു പോലീസുകാരുടെ ഒരു ധൈര്യം. പക്ഷെ അവരെ കാണുമ്പോ അവരെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് അറിയാത്തവർക്ക് എത്തിപ്പെടും അത് നമുക്ക് തരും. പക്ഷെ അതും വിശ്വസിക്കാൻ പറ്റിയാലെന്നുള്ളതല്ലേ ഇപ്പൊ കാണിക്കുന്നത്. അത് തന്നെ നിങ്ങൾ അറിഞ്ഞോ, ആഴ്ചയിൽ 500 രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് നേഴ്സാകാം. 100% ജോലി ഉറപ്പോടുകൂടി. 1/4 നൂറ്റാണ്ടിന്റെ വിജയത്തിളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ. പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം. 100% പ്രാക്ടിക്കലോടുകൂടി ഓൺലൈനായും പഠിക്കാം. അഡ്മിഷൻ തുടരുന്നു. 2 വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും 1 വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ്. സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ. ഫോൺ നമ്പർ 9446007032 9947771550 860689797907.